ബിഗ് ബോസ് കുറച്ച് തിരക്കുകൾ കാരണം എനിക്ക് കഴിഞ്ഞ ദിവസം ഒന്നും എൻ്റെ അഭിപ്രായങ്ങൾ ബിഗ് ബോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല പ്രിയ ബിഗ് ബോസ് പ്രേമികളെ. പക്ഷെ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ അഭിപ്രായമാണ് അതിനകത്ത് രസകരമായ കാര്യം. നമ്മൾ ചൈത്യയാണ് അടുത്ത ക്യാപ്റ്റൻ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഫിസിക്കൽ ഗെയിം എപ്പം വരുമ്പോഴും ആണുങ്ങളാണ് ജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പാനി ശരത്താണ് ഈ പ്രാവശ്യം ക്യാപ്റ്റനായിരിക്കുന്നത്. അപ്പാനി ശരത്ത് ക്യാപ്റ്റനായിട്ട് അങ്ങ് അർമാദിക്കുകയാണ്, ആറാടുകയാണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ കാര്യത്തിലും ആവശ്യത്തിനും വേണ്ടാതിനും എല്ലാം ചെന്ന് ഇടപെടുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്വേച്ഛാധിപതികളെ തിരഞ്ഞെടുത്തു. കഴിഞ്ഞ ദിവസം 2 സ്വേച്ഛാധിപതികളെ തിരഞ്ഞെടുക്കാമായിരുന്നു. അത് നിവിനും ജിസേലുമാണ്. പക്ക ആൾക്കാരുടെ കയ്യിലാണ് കിട്ടിയിരുന്നത്. കാരണം അതുകൊണ്ട് തന്നെ തമാശയ്ക്ക് മാലപ്പടക്കം പോലെ തമാശ നമുക്ക് കേൾക്കാനും സാധിക്കുന്നുണ്ട്. വേറെ ആരുടെയെങ്കിലും ഒക്കെ കയ്യിലായിരുന്നെങ്കിൽ ഇതൊന്നും നമുക്ക് സാധിക്കത്തില്ലായിരുന്നു. സ്വേച്ഛാധികളായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റിയ ആൾ തന്നെയായിരുന്നു നിവിൻ്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് കുറച്ച് എന്തെങ്കിലും ഒരു തമാശയോ തഗ്ഗോ ഒക്കെ കേൾക്കാൻ പറ്റുന്നത് പുള്ളിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. ഇന്നലെ അത് വളരെ മനോഹരമായിട്ട് അത് അവതരിപ്പിക്കാൻ നിവിന് കഴിയുകയും ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ കട്ടയ്ക്ക് അനീഷ് പിടിച്ചു നിന്നു എന്നുള്ളതാണ് എനിക്ക് അതിനകത്ത് അത്ഭുതം തോന്നുന്ന കാര്യം. ഡാൻസ് കളിക്കാൻ പറയുമ്പോൾ അനീഷ് ഡാൻസ് കളിക്കുന്നു, ഷാനവാസ് പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് ഇന്നലെ കാണാൻ പറ്റി. ഇതൊക്കെ നമുക്ക് ഇന്നലെ ബിഗ് ബോസിൽക്കകത്ത് കാണാൻ പറ്റി. ഇന്നും അവർ സ്വേച്ഛാധിപതികളാണ്. അപ്പോൾ അവരുടെ ഡ്രസ്സിങ്ങും ജിസേലിൻ്റെ ഡ്രസ്സിങ്ങും അവരുടെ കോസ്റ്റ്യൂമും അതുപോലെ തന്നെ ഓരോ കാപ്പി ചോദിക്കുന്നതും അല്ലെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതും അത് അങ്ങനെ കുറേ കാര്യങ്ങൾ 7 പേരെ നോമിനേറ്റ് ചെയ്യാനും ഒക്കെയുള്ള കുറേ കാര്യങ്ങൾ എല്ലാ കാര്യത്തിലും ഇടപെടാനുള്ള അവസരം ഈ 2 സ്വേച്ഛാധിപതികൾക്കുണ്ട്. അവർ രാജാവും രാജ്യമായിട്ട് അങ്ങനെ വിലസുകയാണ്. വളരെ രസകരമായ കാഴ്ചകളായിരുന്നു ഇന്നലെ വൈകുന്നേരമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഓരോരുത്തരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്നതും അതുപോലെ അനുമോൾ എന്തിനാണെന്നറിയില്ല ഈ പ്രാവശ്യവും കൂടി അതിനെ കൊണ്ട് കിച്ചണിലിട്ടത്. അങ്ങ് അതിനകത്ത് കിടന്ന് അങ്ങ് വിരകുകയാണ്. ജിസേലിനെ കാണുമ്പോഴത്തേക്ക് അപ്പാനിക്ക് എന്തോ അസുഖമാണ് പോലും. അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആര്യനോട് വഴക്കുണ്ടാക്കുന്നു, എന്തൊക്കെയോ പുള്ളിക്കാരിയുടെ കൂടെ കൈ കൂടെ എല്ലാം നടക്കണം, ഞാനാണ് ഇവിടെ എല്ലാം ചെയ്യുന്നതെന്ന് കാണിക്കാനുള്ള എന്തൊക്കെയോ തത്രപ്പാടുകളാണ്. അതുപോലെ രേണുസുതിക്കാണെങ്കിലും ചെറിയ അനക്ക് ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ ആരാ ഇനി എവിക്ഷന് പോകുന്നതെന്ന് അറിയില്ല. അപ്പം അതിനുവേണ്ടി ചെറിയൊരു ഇളക്കമൊക്കെ ഉണ്ട്. എന്തായാലും എൻ്റെ ധാരണ അടുത്ത പ്രാവശ്യം ഉനിയിൽ തന്നെ ആയിരിക്കും പോകാൻ സാധ്യത. പ്രത്യേകിച്ച് വലിയ റോളൊന്നും ഇല്ലാത്ത ഒരു പാർട്ടിയാണ് ഉനിയിൽ. ഇപ്പം ശാരിക കെബിയോട് പോകേണ്ടതായിരുന്നു, പക്ഷെ പോയില്ല. ശാരിക കെബി പോകുന്ന ഉറപ്പായിട്ടും അറിയാമായിരുന്നു. പ്രത്യേകിച്ച് എന്തുവാ നമുക്കത് രസിക്കാനുള്ള ഒന്നുമില്ലായിരുന്നു. പക്ഷെ നിവിൻ ഇന്നലെ കാണിച്ചത് നല്ല രസമായിരുന്നു. നമുക്ക് തമാശയ്ക്കുള്ള ഒരുപാട് വകകൾ, നമുക്ക് ചിരിക്കാനുള്ള വകകൾ തന്ന ഒരു എപ്പിസോഡായിരുന്നു ഇന്നലത്തെ ബിഗ് ബോസ്. അതിനകത്തെ ഗെയിംസ് ആണെങ്കിലും ഒക്കെ, അതായത് ശൈത്യം ഇങ്ങനെ വടംവലിയുടെ സമയത്ത് ഇങ്ങോട്ട് വാടി എന്നൊക്കെ പറഞ്ഞ് വലിക്കുന്ന ഭാഗമൊക്കെ നല്ല രസമായിരുന്നു കാണാനായിട്ട്. നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയൂ. നമുക്ക് അടുത്തത് കാണാം.